മലയാള സിനിമാ ചരിത്രത്തെ നമുക്ക് കാരവന് മുമ്പും കാരവന് ശേഷവും എന്ന് വേണമെങ്കിൽ അടയാളപ്പെടുത്താം. ഇന്നിപ്പോൾ ഷോട്ട് എടുക്കുന്നതിന് മുമ്പ് നടന്മാരും നടികളും ഒക്കെ പോയിട്ട് കാരവനകത്തിരുന്ന് മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കും. ഷോട്ട് റെഡിയാകുമ്പോൾ പറഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ വരും, അഭിനയിക്കുന്നു, തിരിച്ചു പോയി കാരവനിൽ പോകുന്നു. അല്ല നമ്മുടെ ഫേസ്ബുക്കിലൊക്കെ വാട്സാപ്പിലൊക്കെ പ്രചരിച്ച ഒരു സ്റ്റിൽ ഫോട്ടോഗ്രാഫുണ്ട്. എൻ്റെ അച്ഛനും പ്രേംനസീറും കൂടെ ടവൽ വിരിച്ചിട്ട് ഒരു കലിങ്കിൽ കിടക്കുന്നതാണ്. അപ്പോൾ ഏതോ ഒരു ഷോട്ട് ഔട്ട്ഡോറിൽ റെഡിയാവുന്ന സമയത്ത് ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞിട്ട് കിടക്കുകയാണ്. ഒരു സൂപ്പർ സ്റ്റാറും സൂപ്പർ ഡയറക്ടറുമാണ് കിടക്കുന്നത്. അന്ന് ഈ കാരവനൊന്നുമില്ല. കലിങ്കിൽ നല്ല വൃത്തിയുള്ള കലിങ്ക് കണ്ടു, ഒരു ടവൽ വിരിച്ച് പ്രേംനസീറും കിടന്നു, ഇപ്പുറത്ത് കൃഷ്ണനായരും കിടന്നു. ഒരു കുഴപ്പമില്ല. അങ്ങനെ കിടക്കണം എന്നല്ല ഞാൻ പറയുന്നത്, കാലം മാറിയതനുസരിച്ചിട്ടെല്ലാം മാറണം. പക്ഷേ വ്യക്തിബന്ധങ്ങളിൽ അന്നത്തെ ദൃഢത ഇന്നില്ല. ഉദാഹരണത്തിന് എത്രയോ നിർമ്മാതാക്കൾ അവർ പ്രൊഫഷണൽ സിനിമ പ്രൊഡ്യൂസേഴ്സ് ഒന്നുമല്ല. ഒരു ആഗ്രഹം കൊണ്ട് പടമെടുക്കാൻ വന്നു, ആദ്യത്തെ പടമെടുത്തു, പൊളിഞ്ഞു, പടം നന്നായി, പക്ഷേ കാശ് പോയി. അങ്ങനെയുള്ള എത്രയോ പ്രൊഡ്യൂസേഴ്സിനെ എൻ്റെ അച്ഛനും ഈ പ്രേംനസീറും കൂടെ ചേർന്ന് അടുത്ത പടമെടുത്ത് കഥ എഴുതി, അച്ഛൻ തന്നെ എത്രയോ കഥകൾ എഴുതി, സ്ക്രീൻ പ്ലേ എഴുതി, പടം സംവിധാനം ചെയ്ത് പ്രേംനസീറിൻ്റെ കോൾ ഷീറ്റും വാങ്ങിച്ച് പടമെടുത്ത് വിജയിപ്പിച്ചിട്ട് പ്രൊഡ്യൂസറോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് പറ്റിയ പണിയല്ല സിനിമ നിർമ്മാണം, തിരിച്ചു പോകണമെന്ന് പറഞ്ഞ് വിട്ടിട്ടുള്ള ഒരുപാട് പ്രൊഡ്യൂസർമാരുടെ കഥ എനിക്കറിയാം. അവരുമായിട്ടൊക്കെ നല്ല വ്യക്തിബന്ധങ്ങളാണ് പിൽക്കാലത്തും.